പക്ഷെ നമുക്ക് ഈ കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്കും ഷെയർ ചെയ്ത ആളുകളും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ അത് ഫുള്ളായാണ്. പക്ഷെ ആർക്കും അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഒരു മൊബൈൽ കയ്യിലുള്ള ആൾക്ക് എങ്ങനെ പെറ്റീഷൻ സമർപ്പിക്കാന്നാണ് ഞാൻ കാണിക്കാൻ പോണത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ E4K വ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ അതിന്റെ QR കോഡ് ലിങ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ലിങ്ക് വേണ്ടവർ അതിനെ കൂടി ചെയ്യാം. QR കോഡ് എടുത്തിട്ട് ഒന്നില്ലെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ സേവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് അതിന്റെ അറ്റത്തൊരു സംഭവമുണ്ട്, ഒരു ക്യാമറയുടെ ചിഹ്നമുള്ളത്. അതുമ്പോൾ ഞെക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ സ്കാനറുമ്പോൾ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വരും, ചേഞ്ച് .in എന്ന് പറയുന്നത്. അപ്പൊ അതുമ്പോൾ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അത് പെറ്റീഷനിലേക്കാണ് പോണത്. അതിനുശേഷം നമുക്ക് പെറ്റീഷൻ സൈൻ ചെയ്യണമെങ്കിൽ ഇത് ഈ സൈൻ ദ പെറ്റീഷൻ മേക്ക ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇമെയിൽ അടിച്ചിട്ട് സൈൻ ദ പെറ്റീഷൻ കൊടുക്കാം. അപ്പൊ ഇത്ര ഉള്ളു കാര്യം. അപ്പൊ എല്ലാവരും പരമാവധി ആ വീഡിയോ ഷെയർ ചെയ്ത പോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യണം. കാരണം അന്നത്തെ വീഡിയോ ഷെയർ ചെയ്തിട്ടും നമുക്ക് ഈ ഒപ്പ് തയ്ക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒപ്പ് തയ്ച്ചാൽ മാത്രമേ നമുക്ക് ഈ പെറ്റീഷൻ പ്രധാനമന്ത്രിയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും കട്ടയ്ക്ക് നിന്ന് സ്റ്റാറ്റസും ഷെയറും എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഈ നമ്മുടെ മിഷൻ പൂർത്തിയാക്കാൻ സഹായിക്കും.